എങ്ങോട്ടാ ചാടി കയറി ഇരിക്കുന്നേ? ഇത് ഞാൻ വിളിച്ച ഓട്ടോയാ, ഇങ്ങോട്ട് ഇറങ്ങ്. നമുക്ക് സഹകരിച്ചു പോവാം. നിങ്ങൾ എവിടെയാണെങ്കിൽ ഇറങ്ങിക്കോളൂ. എനിക്ക് പെട്ടെന്ന് ടൗണിലെത്തണം. കുറേ നേരമായി അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഒരു വണ്ടി ഒന്നും അതിൽ നിർത്തുന്നില്ല. തന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്, സഹകരിച്ചു പോവാൻ. ഇയാളെന്റെ ആരാ? ഞാൻ ഈ ഓട്ടോ പിടിച്ചതേ എന്റെ സൗകര്യത്തിന് പോവാനാ. ഹായ്, നിങ്ങൾ എന്തിനാണ് ചൂടാവുന്നത്? ഞാനൂടി പോന്നാ അതെനിക്കൊരു സഹായമാവും. ഞാൻ അത്രയ്ക്ക് വിശാല മനസ്കയൊന്നുമല്ല. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. നിങ്ങളെ ആരെങ്കിലും ഒരു തീരുമാനത്തിലെത്ത്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. അല്ലെങ്കിൽ ഏട്ടാ, നിങ്ങൾ വേറെ വണ്ടി വിളിച്ചു പോകും. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഓ, അപ്പം അങ്ങനെയാണോ? ഇപ്പോൾ ശരി തരാം. ഏയ്, ചേട്ടൻ എന്തേ കാണിക്കുന്നത്? തൊലിവെളുപ്പുള്ള ഏതൊരു പെണ്ണിനെ കണ്ടാലും നിന്റെയൊക്കെ നമ്പർ ഇതാ. ഇനി ഇത് വിലപ്പോവില്ല മോനെ. ദേ, മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, എന്ത് ചെയ്യും? അടിച്ചു തന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. അമ്പ, എന്നാലത് കണ്ടിട്ടുള്ളൂ ബാക്കി കാര്യം. നിങ്ങൾ രണ്ടുപേരും കയറണ്ട. ആ കീതാ, ഞാൻ പോട്ടെ. എന്നെ കെട്ടിത്തിരിക്കുന്നേ. നീ ഇപ്പം അങ്ങനെ പോകണ്ട. ഇതിന് തീരുമാനമുണ്ടാവട്ടെ. തീരുമാനമൊന്നുമില്ല. ഇയാൾ ഓട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാനേ പോവൂ. നിങ്ങൾ പുരുഷന്മാരങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി എന്താ ചെയ്യും? എനിക്ക് നിങ്ങൾക്ക് മാറി തരാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യും. ആ സാറേ, ഞാൻ വന്നുകൊണ്ടിരിക്കാം. ഇവിടെ വഴിയിൽ ചെറിയൊരു പ്രശ്നം. ഇല്ല സാറേ, ഞാൻ പെട്ടെന്ന് വരാം. ഇവനക്ക് ഏത് നേരത്ത് എന്താ പ്രശ്നം? അതെ, ഞാൻ ട്രിപ്പ് അടിച്ച് മടങ്ങി വരുമ്പോൾ കിട്ടിയ 2 മാരണം. അവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ടൗണിൽ പോകാൻ പറ്റില്ലാണ്. സോൾവ് ആക്കാൻ ചെന്നപ്പോൾ അയാൾ എൻ്റെ വണ്ടിയുടെ താക്കോലൂരി വാങ്ങിച്ചു. ദയവ് ചെയ്ത് ഇതൊന്നും ഒഴിവാക്കി തന്നാൽ വലിയ ഉപകാരവും. അല്ലെങ്കിൽ അടിപിടിക്ക് സമാധാനം പറയേണ്ടി വരും. ഞാനിപ്പോൾ വരാം. നിങ്ങൾ കൂടുതൽ വർത്തമാനം പറയുന്നത് വേണ്ട. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്ന് എനിക്കറിയാം എങ്ങനെ പോകേണ്ടത്. എന്നെ പഠിപ്പിക്കുന്നത് വേണ്ട. ഒന്ന് പോകാം സർ, പ്ലീസ്. നമുക്ക് സംയുക്തമായിട്ടൊരു തീരുമാനത്തിലെത്താം. എന്ത് തീരുമാനം? മാഡം, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. നിങ്ങളെ രണ്ടുപേരും കണ്ടാൽ വിവരം വിദ്യാഭ്യാസമുള്ളവരെ പോലെ തോന്നുമല്ലോ. തീരെ വില കുറഞ്ഞവരെ പോലെ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ എന്ത് ചെയ്തു? നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു വണ്ടിക്കും സ്റ്റോപ്പില്ല. ഭാഗ്യത്തിന് ഈ മനുഷ്യൻ നിങ്ങളെ കണ്ടാലും തോന്നി ഇവിടെ വണ്ടി നിർത്തി. എത്ര നേരം നിങ്ങളിങ്ങനെ നിന്നിരിക്കണം? വല്ല വണ്ടിക്കാരൻ നിർത്തിയോ? ഇല്ലല്ലോ. ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ഓട്ടോ ഓടിയിട്ട് വേണമായിരിക്കും ജീവിക്കാൻ. അയാളുടെ സമയം മെനക്കെടുത്താതെ ഒരു സഹകരണ മനോഭാവത്തിൽ പോകും. സഹോദര, സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ സ്ത്രീക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പക്ഷെ ഞാൻ മാഡം, നിങ്ങൾ അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ. 4 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ടൗണിലേക്കല്ലേ. ഒന്ന് സഹകരിച്ചാൽ സമയം പാഴാക്കാതെ എല്ലാവർക്കും പോവാം. ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. ഹൈവേ പോലീസേ എപ്പോഴും ഉള്ളതാ. നിങ്ങൾ ആ താക്കോൽ അദ്ദേഹത്തിന് കൊടുക്കും. സർ, കയറൂ. മാഡം, പ്ലീസ് കയറൂ. ബൈ. താങ്ക് യു. പോവാം. അത് കലക്കി മാഷേ. ഇന്ന് വരണ്ട. ഇന്ന് സ്വതവേ അപ്പോയിൻമെൻറ്റ്സൊക്കെ ലേറ്റാ. അതെയോ? ശരി, എന്നാൽ നാളെ രാവിലെ പോന്നോളൂ. ഓക്കെ ബൈ. ലേറ്റായി അല്ലേ? സോറി, ഞാൻ പറഞ്ഞിരുന്നല്ലോ വഴിയിൽ ചെറിയൊരു ഇഷ്യൂ. ഓക്കെ, ദെൻ അയാളിപ്പോൾ വരും. ഇങ്ങനൊരു ഡോണറെ കിട്ടിയത് തന്നെ വലിയ കാര്യം. ആളെത്തിയല്ലോ. തൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വാ, ഇരിക്ക്. അപ്പോൾ ഇനി ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കാര്യത്തിലേക്ക് കിടക്കാം. 2 ആൾക്കും ഒരാഴ്ചത്തെ റെസ്റ്റ്. അത് കഴിഞ്ഞ് സർജറി നടത്താം. എന്ത് പറ്റി? സാർ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടേ? എക്സ്ക്യൂസ് മീ. സാർ, ഇവർക്ക് വേണ്ടിയാണോ ഞാൻ? അതെ, എന്താ അനിലേ? സാർ, അത് ശരിയാവില്ല. എനിക്ക് താല്പര്യമില്ല. അനിൽ, വാട്ട് എ നോൺസെൻസ്. സാർ, അത് സർ, ഇയാളാണോ ഡോണർ? സർ, ഐ എം സോറി, ഇതെനിക്ക് വേണ്ട.
നമുക്ക് വേറെ ട്രൈ ചെയ്യാം. ഹാ, നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ പറയൂ. അയാളും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതെന്താ വല്ല ഇറച്ചി മീനുമോ ചന്തയിൽ പോയി വാങ്ങാൻ? സർ, രാവിലത്തെ ആ ഇഷ്യൂ അത് ഇയാളുമായിട്ടായിരുന്നു. ഓ അനിലേ, വാ ഇരിക്കേ. ഞാൻ കുറച്ചു നേരം മനുഷ്യത്വത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. എത്ര വിഡ്ഢികളാണല്ലേ നമ്മൾ. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പോലും പറ്റാത്ത വിധം ശ്രേഷ്ഠമായൊരു സംസ്കാരമുണ്ട് നമുക്ക്. ഗാന്ധിജി, നെഹ്റു, തെരേസ, വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു. സഹനവും സ്നേഹവും കർമ്മവും മറ്റുള്ളവർക്ക് നൽകാൻ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഗുരുക്കന്മാരാണവർ. കോർപ്പറേറ്റുകളുടെ മാനരസങ്ങളിൽ മുങ്ങിത്താടുന്ന ലോകത്ത് നമ്മളും സ്വയം വിൽക്കാൻ തയ്യാറാകുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാലിയേറ്റീവ് കെയറിൽ സേവനം തുടങ്ങുമ്പോൾ അവശനായ രോഗി മരണത്തെ കാത്തു കിടക്കുമ്പോൾ എന്നോട് പറഞ്ഞ വാക്കുണ്ട്. ഞാനെന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒന്ന്: സ്മൈലിംഗ് ഫേസ് ഈസ് ബെറ്റർ ദാൻ ലവിങ് ഹേർട്ട്. വഷളം ചിരിപിടിപ്പിക്കുന്ന മുഖത്ത് ഹൃദയമില്ലെങ്കിൽ ഈ ആതുര സേവനത്തിന് എന്താണൊരു പ്രസക്തി? ശ്രീകല, കഴിഞ്ഞ 6 മാസമായി AB നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ഡോണറെ നമ്മൾ അന്വേഷിക്കുന്നു. കിട്ടിയില്ല. ഏകദേശം 1.5 കൊല്ലമായി കാണും യന്ത്രത്തിൻ്റെ സഹായത്താൽ സ്വന്തം രക്തം ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അയിനോ, ഡൈവേഴ്സ്, ചിതറിത്തെറിച്ച ഫാമിലി. പ്രതിബദ്ധതകളെ നേരിടാനായില്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ലല്ലോ. 4 ദിവസമേ ആയുള്ളൂ അനിലും ഞാനും പരിചയപ്പെട്ടിട്ട്. പക്ഷേ ഒരു 4 വർഷത്തിൻ്റെ പരിചയം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തന്നു. പണത്തിന് വേണ്ടിയാണ്. അനിലിൻ്റെ പ്രാരാബ്ദം, ജോലി, അങ്ങനെ ജീവിതത്തോട് പൊരുത്തപ്പെടാത്ത അവസ്ഥകൾ. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, വില കൊണ്ട് മൂടാവുന്നതല്ല നിങ്ങളുടെ സന്മനസ്. അത് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഭാരം മുതുകിലേറ്റുന്നവൻ്റെ കൂടെ ഒരു കൈത്താങ്ങാണ്. എല്ലാ സർജറികൾക്കും മുമ്പ് എത്ര യുക്തിവാദിയാണെങ്കിലും അധീനതയിലെ മഹാവൈദ്യനോട് ഒരു പ്രാർത്ഥന പോകാറുണ്ട്. അത് ഈ കുപ്പായമാണ് ഞാൻ മാത്രമേ മനസ്സിലാകൂ. നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ, അല്ല, ഒരു ഇടനിലക്കാരനെന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ആ ഇല്ല, വരൂ. എന്തായിരുന്നു താമസിച്ചേ? നോ പാർക്കിംഗ് എന്നൊരു പെറ്റി കിട്ടി, അതാ. അത് സാരല്ലേ, തെറാപ്പി സെഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വരാം. അത് അരുൺ, ഓട്ടോ ഡ്രൈവറാണ്. ആ കുഞ്ഞ് അയാളുടെ മകളൊന്നുമല്ല. അരുൺ ഒരു ഓർഫനാണ്. അവൾക്കും ആരുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ലാഭം കൂട്ടാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ഒരു ഇര. ആകാശത്തിന് മുകളിൽ നിന്ന് ആരോ അവൾക്ക് മീതെ വിഷം തെളിച്ചു. മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞ മുറ്റത്തോടെ ഓടിക്കളിക്കാൻ അവൾക്കും ആഗ്രഹമുണ്ടാവും. പക്ഷേ ആ കുഞ്ഞിക്കാലുകൾക്ക് ചലിക്കാൻ കഴിയില്ല. അരുൺ അവളുടെ സ്പോൺസറാണ്. എന്താ, പണച്ചാക്കുകൾക്കിടയിലുള്ളവർക്ക് മാത്രമേ സ്പോൺസർ ചെയ്യാൻ പാടുമെന്നുണ്ടോ? ഓട്ടോ ഓടിച്ചും കൂലിപ്പണിയും അയാൾ അവളെ ചികിത്സിക്കുന്നത്. അവൾ നടന്നു കാണണമെന്ന് അയാൾക്കൊരു വാശിയുണ്ട്. അതെനിക്കും ഒരു പ്രചോദനമാണ്. പുറത്തിരിക്കുന്ന 2 പേർ രോഗത്തിൻ്റെ വഴിയിൽ കണ്ടുമുട്ടിയവർ. അവരുടെ സൗഹൃദം, അല്ല അതിനുമപ്പുറം അവരൊന്നിച്ച ജീവിതം വിധിയെ തോൽപ്പിക്കുന്നു. നിങ്ങൾക്കിനി എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ആർക്കും ആരെയും വിധിക്കാൻ കഴിയില്ല. കൃത്യതയിലേക്ക് വിരൽ ചൂണ്ടരുത്. എല്ലാം അറിയപ്പെടുന്ന കാലത്ത് ഭൂമിയിൽ ശത്രുവും മിത്രവും ഉണ്ടായിരിക്കുകയില്ല.
ഇവിടെ ആർക്കും ആരെയും വിധിക്കാൻ കഴിയില്ല. കൃത്യതയിലേക്ക് വിരൽ ചൂണ്ടരുത്. എല്ലാം അറിയപ്പെടുന്ന കാലത്ത് ഭൂമിയിൽ ശത്രുവും മിത്രവും ഉണ്ടായിരിക്കുകയില്ല. वैष्णव जन तो तेने कही जी पीढ़ पराए जाने रे वैष्णव जन तो तेने कही. അമ്മോടെല്ലാം പറയും വരെ തള്ളേ ആക്ഷൻ ആക്ഷൻ അല്ലേ പറടാ പാടത്തിൽ തൊട്ടുമ്പോൾ അതിന്